യെസ്, അതിനിടെ മറ്റൊരു വാർത്ത. ഇന്നലെ രാത്രി ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നുവെന്ന് സ്ഥിരീകരണത്തിലേക്ക് പോകുന്നു. ഇന്ത്യ നൽകിയ ചുട്ട മറുപടി. ഇന്ത്യൻ കരസേനയുടെ താവളങ്ങളെ ലക്ഷ്യമാക്കി, വ്യോമത്താവളങ്ങളെ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ നടത്തുന്ന ആക്രമണത്തിന് ഇന്ത്യ ഇന്നലെ രാത്രി നൽകിയ തിരിച്ചടിയിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്നതിന്റെ സ്ഥിരീകരണത്തിലേക്ക് ഇന്നലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. വ്യാപകമായ നാശനഷ്ടം, അതായത് പാകിസ്ഥാന്റെ ഉള്ളിൽ കടന്ന് ആക്രമിക്കുന്ന തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ഇന്ത്യ ഇന്നലെ വലിയ തോതിലുള്ള ആക്രമണമാണ് നടത്തിയത്. തീമഴ പെയ്യിച്ചു ഇന്ത്യയുടെ സൈന്യം എന്നതായിരുന്നു വസ്തുത. ലാഹോറിൽ ആക്രമണം നടത്തി, ഇസ്ലാമാബാദിൽ ആക്രമണം നടത്തി, കറാച്ചിയിൽ ഏറ്റവും തന്ത്രപ്രധാനമായ വ്യാവസായിക തലസ്ഥാനമെന്ന് പാകിസ്ഥാൻ വിശേഷിപ്പിക്കുന്ന കറാച്ചിയിലടക്കം വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തിയിരിക്കുന്നു. TG സജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സജിത്ത്, ഒരു പക്ഷേ വാർത്താ സമ്മേളനത്തിൽ എന്തൊക്കെയാണ് നടന്നത്? ഇന്ത്യ ഏത് തരത്തിലുള്ള ആക്രമണമാണ് നടത്തിയത്? എത്ര കണ്ട് പ്രഹരശേഷി ഉണ്ടായിരുന്നു ഇന്നലത്തെ ആക്രമണത്തിന്? അത്തരം കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു, പക്ഷേ അതുണ്ടായിട്ടില്ല. അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് കടന്നു ചെല്ലുകയാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? അഭിലാഷ്, കറാച്ചി പോർട്ട് ട്രസ്റ്റിൻ്റെതായ അവരുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ വന്ന ഒരു പോസ്റ്റാണ്. ഇതിലാണ് അവർ സ്ഥിരീകരിക്കുന്നത്. കറാച്ചി പോർട്ടിന് ഇന്ത്യൻ വ്യോമാക്രമണത്തിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. ഞങ്ങളത് തിരികെ എത്തിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഞങ്ങൾക്കതിനുള്ള ശേഷിയുണ്ട്. ഇതാണ് അതിൻ്റെ ഉള്ളടക്കം. പക്ഷേ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇത്തരം ആരോപണം തെറ്റാണ്, ഒരു ആക്രമണവും ഉണ്ടായിട്ടില്ല, ഒരു നാശവും നഷ്ടവും ഉണ്ടായിട്ടില്ല എന്ന് കറാച്ചി പോർട്ട് അധികൃതർ വ്യക്തമാക്കിയത്. അതിന് മണിക്കൂറുകൾക്കിപ്പുറമാണ് വീണ്ടും ഇക്കാര്യത്തിൽ വലിയ നാശനഷ്ടമുണ്ടെന്ന് സ്ഥിരീകരണം നടത്തുന്നത്. എന്തായാലും കറാച്ചി പോർട്ട് ട്രസ്റ്റിൻ്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലാണ് ഇപ്പോൾ ഈ മിനിറ്റുകൾക്ക് മുമ്പ് ഈ പോസ്റ്റ് വന്നിരിക്കുന്നത്. ഇതേതെങ്കിലും തരത്തിൽ ഹൈജാക്ക് ചെയ്യപ്പെട്ടതാണോ മറ്റ് വിശദീകരണങ്ങൾ വ്യക്തമല്ല. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അവർ വ്യക്തമാക്കുന്നു, വലിയ നാശനഷ്ടമുണ്ടായി, അക്രമം അവിടെ ഇന്ത്യ നടത്തി, ഞങ്ങൾക്ക് വലിയ നാശനഷ്ടമുണ്ടായി, ഞങ്ങളത് തിരികെ എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നു അതാണ് അവർ വ്യക്തമാക്കുന്ന കാര്യം. ഈ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൻ്റെ പോസ്റ്റിൻ്റെ കമൻറ്റുകൾ പരിശോധിക്കുമ്പോഴും വലിയ ആശങ്കയോടെയാണ് ഈ കറാച്ചി പോർട്ട് ട്രസ്റ്റിൻ്റെ സ്ഥിരീകരണത്തെ പാകിസ്ഥാൻകാർ തന്നെ നിരീക്ഷിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറഞ്ഞത്? മിനിറ്റുകൾക്ക് മുമ്പ് മറ്റൊന്ന് പറഞ്ഞു, ഇപ്പോൾ തിരുത്തി പറയുന്നു. എന്താണ് സാഹചര്യം? അപ്പോൾ എന്തോ സംഭവിക്കുന്നു എന്നൊരു ആശങ്ക പൊതുവിൽ ഈ ട്വീറ്റിനോട് ആളുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. നിലവിൽ പുറത്തു വന്ന ട്വീറ്റിൽ അവർ വ്യക്തമാക്കുന്നു, തുറമുഖത്തിന് വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്, തുറമുഖം പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള നീക്കം ശ്രമിക്കുകയാണ്, ഞങ്ങൾക്കതിനുള്ള ശേഷിയുണ്ട്, ഇന്ത്യയുടെ നീക്കത്തിലാണ് ഞങ്ങൾക്ക് നഷ്ടമുണ്ടായത് എന്നുകൂടി ഇവർ വ്യക്തമാക്കുന്നു എന്നതാണ് സാഹചര്യം. ഞാൻ ആ സെന്റൻസ് ഒന്ന് കോട്ട് ചെയ്യാം. Karachi port has sustained heavy damage following a strike by India resulting in an unacceptable loss in property. Emergency response efforts are underway. Updates on restoration will be provided regularly. We stand resilient. ഇതാണ് അവരുടെ പോസ്റ്റിൻ്റെ ഉള്ളടക്കം. എന്തായാലും ഞങ്ങൾ തിരികെ വരും, ഞങ്ങൾക്കുള്ള ശേഷിയുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ്. പക്ഷേ ഇന്ത്യയുടെ നീക്കം ഈ കറാച്ചി പോർട്ടിൽ വലിയ നാശനഷ്ടമുണ്ടാക്കിയെന്ന ഔദ്യോഗിക ഒരു സ്ഥിരീകരണം കൂടി നടത്തുകയാണ്. ഇന്നലെയാണ് ഇന്ത്യയുടെ നീക്കം ഇത്തരത്തിൽ ഉണ്ടായി എന്നത് വന്ന വാർത്തകൾ. പക്ഷേ അത് പാകിസ്ഥാൻ അധികൃതർ ആദ്യഘട്ടത്തിൽ നിഷേധിക്കുകയായിരുന്നു. പക്ഷേ വീണ്ടും അത് സ്ഥിരീകരിക്കുന്ന തരത്തിലേക്ക് ഈ പോസ്റ്റ് മാറുന്നു എന്നാണ് സാഹചര്യം. INS വിക്രാന്ത് എന്ന ഇന്ത്യയുടെ കുന്തമുന തന്ത്രപ്രധാനമായ നീക്കമാണ് ഉണ്ടായത്. യെസ്, അതായത് സജിത്ത്, 3 മണിക്കൂറുകൾക്ക് മുമ്പ് ഇതേ കറാച്ചി പോർട്ട് ട്രസ്റ്റിന്റെ ഒഫീഷ്യൽ എക്സിൽ വന്നത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല, ഇന്ത്യ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തി എന്ന തരത്തിലുള്ള പ്രചാരണം നടത്തുന്നു, അതിനെ തള്ളിക്കളയുന്നു. പോർട്ടിന്റെ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിൽ ഓപ്പറേറ്റിംഗ് നോർമലി സെക്യൂർലി എന്നാണ്, സുരക്ഷിതമായി സാധാരണഗതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. എല്ലാ ഫങ്ഷൻസും എല്ലാ ആക്ടിവിറ്റീസും എല്ലാ ഓപ്പറേഷൻസും നോർമൽ റൊട്ടീനിൽ നടക്കുന്നു എന്ന 3 മണിക്കൂർ മുമ്പുള്ള പോസ്റ്റ്. അതിന് പിന്നാലെ ഇതാ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് അടുത്ത പോസ്റ്റ് വരുന്നു. क्योंकि ये कुछ अदारों का हमें हुक्म है कि आप अपने इस आबादी को यहाँ സജിത്ത്, ഏറ്റവും ഒടുവിൽ പോർട്ട് ട്രസ്റ്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒഫീഷ്യൽ സൈറ്റിലൂടെ ഒഫീഷ്യൽ അക്കൗണ്ടിലൂടെ വരുന്ന വിവരം അനുസരിച്ചാണ് ഇത്തരത്തിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു, അത് തിരിച്ചു വരുമെന്ന് പറയുന്നത്. പക്ഷേ ഇതേ എക്സ് അക്കൗണ്ടിൽ തന്നെയാണ് 3 മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു തരത്തിലുമുള്ള
പ്രതിസന്ധിയും പോർട്ട് ട്രസ്റ്റിന് ഇല്ല എന്ന് അവർ വ്യക്തമാക്കിയിരുന്നത്. മീഡിയ ആണ് ഇത്തരം തെറ്റായ വാർത്തകൾ നൽകുന്നത്. കറാച്ചി പോർട്ട് ആക്രമിച്ചു എന്നത് തെറ്റായ വാർത്തയാണ്. അവിടെ ഓപ്പറേറ്റിംഗ് നോർമലി എന്ന് കൃത്യമായി പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. സുരക്ഷിതമായി എല്ലാ ആക്ടിവിറ്റികളും സാധാരണ നിലയിൽ നടക്കുന്നു എന്നുള്ളതായിരുന്നു പ്രതികരണം. അതിന് പിന്നാലെയാണല്ലോ ഇപ്പോൾ അടുത്ത പോസ്റ്റ് പുറത്തു വന്നിട്ടുള്ളത്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെയാണ് എന്താണ് സംഭവിക്കുന്നത് എന്നതാണ്. ഒന്നെങ്കിൽ കറാച്ചിയിൽ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ വകുപ്പുകളുടെ വെബ്സൈറ്റുകൾ തുടർച്ചയായി ഹാക്ക് ചെയ്യപ്പെടുന്നു. അതായത് ഇവർക്ക് സൈനിക നീക്കത്തിനപ്പുറം മറ്റൊരു സൈബർ യുദ്ധം കൂടി പാകിസ്ഥാൻ നേരിടേണ്ടി വരുന്നു. തന്ത്രപ്രധാനമായ അക്കൗണ്ടുകളെല്ലാം ഹാക്ക് ചെയ്യപ്പെടുന്നു. അതിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് തൽക്കാലം ഈ കറാച്ചി പോർട്ട് ട്രസ്റ്റിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിനെ തന്നെ വിശ്വാസത്തിലെടുക്കാം. അവർ വ്യക്തമാക്കുന്നു വലിയ നാശനഷ്ടമുണ്ടായി എന്ന കാര്യം ഔദ്യോഗികമായി തന്നെ അവർ ഇതിലൂടെ വ്യക്തമാക്കുമ്പോൾ സ്വാഭാവികമായും അത് നമുക്ക് ഏറ്റെടുക്കേണ്ടി വരും. അക്രമം സ്ഥിരീകരിച്ചു പാകിസ്ഥാൻ എന്നതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ചുരുങ്ങിയ മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ ഒരു ആക്രമണവും ഉണ്ടായില്ല എന്ന് പറഞ്ഞിരുന്ന പാകിസ്ഥാൻ തിരുത്തി പറയേണ്ടി വരുന്നു എന്നതാണ് സാഹചര്യം. ഇത് ഹാക്ക് ചെയ്യപ്പെട്ടതാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അട്ടിമറിയാണോ? വ്യക്തത വരുത്തേണ്ടത് പാകിസ്ഥാൻ അധികൃതർ തന്നെയാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, വലിയ തരത്തിൽ ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പവും ആശങ്കയും പാകിസ്ഥാനിൽ രൂപപ്പെട്ടു എന്നതാണ്. കറാച്ചി തുറമുഖത്തേർത്തിന് ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യ നടത്തിയ സൈനിക നീക്കം, ആ സൈനിക നീക്കം INS വിക്രാന്തിൽ നിന്നായിരുന്നു. INS വിക്രാന്തിലെ തന്ത്രപ്രധാനമായ നീക്കങ്ങൾ അതാണിപ്പോൾ കറാച്ചി പോർട്ടിൽ ഇന്നലെ രാത്രിയിൽ വലിയ നാശനഷ്ടമുണ്ടാക്കിയത്. അതിപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു എന്നതാണ് സാഹചര്യം. സാധാരണ രീതിയിൽ ഇത്തരമൊരു കറാച്ചി പോർട്ട് പോലെയുള്ള കറാച്ചി തുറമുഖം പോലെ തന്ത്രപ്രധാനമായ ഒരിടത്ത് ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ആക്രമണം ഉണ്ടായെങ്കിൽ ഒരു രാജ്യമൊന്നും അത്ര പെട്ടെന്ന് സ്ഥിരീകരിക്കേണ്ടതല്ല. പക്ഷേ ഇപ്പോൾ ഇത്തരം ഒരു സ്ഥിരീകരണം വരുന്നത് എന്തുകൊണ്ടാണ് ഇത് അംഗീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറാവുന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്തായാലും പാകിസ്ഥാൻ പോർട്ട് ട്രസ്റ്റിന്റെ കറാച്ചി പോർട്ട് ട്രസ്റ്റിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ തന്നെയാണ് ഇക്കാര്യം അവർ സ്ഥിരീകരിക്കുന്നത് എന്നതാണ് സാഹചര്യം. ഇത് ഹാക്ക് ചെയ്യപ്പെട്ടതാണെങ്കിൽ അത് തിരുത്തി പറയാൻ അവർ തന്നെ തയ്യാറാവണം. ഒരു കാര്യം വ്യക്തമാണ്, വലിയ ആശയക്കുഴപ്പമാണ്. കറാച്ചി തുറമുഖത്തിന് നേരെ ആക്രമണമുണ്ടായി എന്ന കാര്യം ഇപ്പോൾ പാകിസ്ഥാൻ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു. യെസ്, അത് തന്നെയാണ്. ഇന്നലെ ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ ലാഹോർ ലക്ഷ്യം വെച്ചിരുന്നു എന്നുള്ളത് പുറത്തു വന്ന വിവരമാണ്. ഇസ്ലാമാബാദ് അടക്കമുള്ള പ്രദേശങ്ങളെ ലക്ഷ്യം വെച്ചിരുന്നു. അതിനൊക്കെ അപ്പുറത്ത് തുറമുഖ നഗരം കൂടിയായ ഏറ്റവും അധികം വ്യാപാര വാണിജ്യ ഇടപാടുകൾ നടക്കുന്ന കറാച്ചി തീരം 1971 യുദ്ധസമയത്തടക്കം കറാച്ചിയിൽ ഇന്ത്യ വലിയ തോതിൽ ആക്രമണം നടത്തിയതാണ്. കറാച്ചിയെ തകർത്ത് തരിപ്പണമാക്കിയ ഒരു സാഹചര്യമുണ്ട്. അന്ന് ബംഗ്ലാദേശിന്റെ വിമോചനം സാധ്യമാക്കിയപ്പോൾ കറാച്ചിയായിരുന്നു ഇന്ത്യ ലക്ഷ്യം വെച്ചത്. അത് തന്നെയാണോ ആവർത്തിച്ചത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴിതാ കറാച്ചി പോർട്ട് ട്രസ്റ്റിന്റെ എക്സ് അക്കൗണ്ടിൽ ഇത്തരത്തിൽ വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം വരുന്നു. ഒന്നുകിൽ അത് സജിത്ത് സൂചിപ്പിക്കുന്ന പോലെ പോർട്ട് ട്രസ്റ്റ് സമ്മതിക്കുന്നു, അതല്ല എങ്കിൽ വളരെ പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അടക്കം പാകിസ്ഥാന് നഷ്ടമാകുന്ന, അത് ഹൈജാക്ക് ചെയ്യപ്പെടുന്ന, എല്ലാ അർത്ഥത്തിലും പാകിസ്ഥാൻ വരിഞ്ഞു മുറുക്കപ്പെട്ട സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സജിത്ത്, ഇന്നലെ തന്നെ ഈ ആക്രമണ സമയത്തടക്കം ഒട്ടേറെ ദൃശ്യങ്ങൾ വന്നിരുന്നു. അത് പോർട്ട് ട്രസ്റ്റിൻ്റെത് എന്ന നിലയിലുള്ള ദൃശ്യങ്ങളായിരുന്നു. പക്ഷേ പാകിസ്ഥാൻ അതൊക്കെ വ്യാജ ദൃശ്യങ്ങൾ ആണ്, മറ്റ് ചില സ്ഥലങ്ങളിലെ ദൃശ്യങ്ങളാണ് പാകിസ്ഥാന്റെ പോർട്ട് ട്രസ്റ്റ് എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നത് എന്നതടക്കമുള്ള പ്രതികരണങ്ങൾ ആ സമയത്തുണ്ടായിരുന്നു. പാകിസ്ഥാനിലെ സോഷ്യൽ മീഡിയകളിൽ ഉള്ള ആളുകൾ അത്തരത്തിലാണ് പ്രചരിപ്പിച്ചിരുന്നത്. അത് തെറ്റായ പ്രചാരണമാണ്. ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്ന ഒരു പോർട്ട് ട്രസ്റ്റിന്റെ ദൃശ്യങ്ങൾ അല്ല എന്ന മട്ടിലൊക്കെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളടക്കം ഇന്നലെ പ്രേക്ഷകർ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് അത് ശരിയായിരുന്നു. അതായത് എടുത്തു പറയേണ്ടത്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആക്രമണങ്ങൾ നടത്തുമ്പോൾ അതൊക്കെ ഒരു വീരവാദം എന്ന നിലയിലേക്ക് ഇന്ത്യ അവതരിപ്പിക്കാറില്ല എന്നുള്ളതാണ്. പലപ്പോഴും ദിവസങ്ങൾക്ക് ശേഷമാണ് സ്ഥിരീകരണം. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് കറാച്ചി പോർട്ട് ട്രസ്റ്റിന്റെ ഒഫീഷ്യൽ അക്കൗണ്ട് ആണ്, എക്സ് അക്കൗണ്ട് ആണ്. ഈ അക്കൗണ്ടിൽ ആണ് നേരത്തെ സജിത്ത് സൂചിപ്പിച്ച കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കറാച്ചി പോർട്ട് ട്രസ്റ്റിന് കൃത്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു, ഹെവി ഡാമേജ് എന്ന് കൃത്യമായി പറയുന്നു. അതായത് വൻ നാശനഷ്ടങ്ങൾ എന്ന് തന്നെയാണ് അതിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ നമ്മൾ റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ വലിയ തോതിലുള്ള ആക്രമണം, അതായത് സജിത്ത്, ഇതിൽ ഒരു സാധ്യത എന്നത് ഇത് ഫേക്ക് ആണോ എന്നത് തള്ളിക്കളയാനാകില്ല. ഫേക്ക് എന്ന് സാങ്കേതികമായി പറയാൻ പറ്റില്ല. ഹൈജാക്ക് ചെയ്യപ്പെട്ട
ാണോ എന്ന് പറയാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ഇതിൽ ഹെവി ഡാമേജ് എന്ന് അവർ തന്നെ അംഗീകരിക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ അവർ അംഗീകരിക്കുന്നതിനും അപ്പുറത്തുള്ള ഡാമേജ് അവിടെ ഉണ്ടായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. അതൊരു സാധ്യതയാണ്. അഭിലാഷ് സൂചിപ്പിച്ചത് ഒരു സാധ്യതയാണ്. ഒരുപക്ഷെ വലിയ നാശനഷ്ടമുണ്ടായി, അതുകൊണ്ട് ചെറുതെങ്കിലും ഒരു ആക്രമണമുണ്ടായി എന്ന കാര്യം സ്ഥിരീകരിക്കേണ്ടി വരുന്നു എന്നൊരു അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ വന്നതാണോ? അതിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ആ സാധ്യത നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ. രണ്ട് സാധ്യതകളാണ് മുന്നിലുള്ളത്. ഒന്നുകിൽ കറാച്ചിക്ക് നേരെ ആക്രമണമുണ്ടായി എന്ന കാര്യം സ്ഥിരീകരിക്കാൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നില്ല, അത് അവർ വ്യക്തമാക്കുന്നില്ല. പക്ഷേ അവരുടെ എക്സ് അക്കൗണ്ടിലൂടെ ഹൈജാക്ക് ചെയ്യപ്പെട്ട് അത് ഹാക്ക് ചെയ്യപ്പെട്ട് മറ്റൊരു നീക്കമുണ്ടായി, അത് സ്ഥിരീകരിക്കപ്പെടുന്നു. ഒന്ന് അത് സംഭവിച്ചിരിക്കാം. രണ്ടാമത്തെ സാധ്യത, പാകിസ്ഥാൻ ഇപ്പോൾ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നടത്തുന്നതാണ്. ഒരുപക്ഷെ ഇതിലും വലിയ രൂക്ഷമായ ആക്രമണം നാശനഷ്ടവും അവിടെ ഉണ്ടായിരിക്കാം. ആ സാഹചര്യത്തിൽ ചില നാശനഷ്ടം മാത്രം ഉണ്ടായി എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരികെ വരുന്നു എന്ന് പറയാൻ അവർ പക്ഷേ സാധ്യത ഉപയോഗപ്പെടുത്തിയതാകാം. ഈ രണ്ട് സാധ്യതകളും നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ. ഒരു കാര്യം ഇതിൽ വ്യക്തത വരുത്തേണ്ടത് പാകിസ്ഥാൻ അധികൃതർ തന്നെയാണ്. കാരണം കറാച്ചി പോർട്ട് പോലെയുള്ള തന്ത്രപ്രധാനമായ ഇടമാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഏറ്റവും തന്ത്രപ്രധാനമായ ഇടമാണ്. കാരണം പാകിസ്ഥാന്റെ സൈനിക നീക്കത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിലേക്ക്, പ്രത്യേകിച്ച് അറബിക്കടൽ ലക്ഷ്യമിട്ടുകൊണ്ട് ഗുജറാത്ത് തീരമൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ നടത്താൻ സാധ്യതയുള്ള സൈനിക നീക്കത്തിൻ്റെ തന്ത്രപ്രധാനമായ ഇടമാണ് ഈ കറാച്ചി. കറാച്ചിയുടെ ആ മേഖലകളിൽ നിന്നും ഇത്തരമൊരു നീക്കം സംഭവിച്ചെങ്കിൽ ഇന്ത്യ ഒരു തന്ത്രപ്രധാനമായ നീക്കം, സൈനിക നീക്കം കൂടിയാണ് നടത്തിയത്. നമുക്കറിയാം അതിർത്തി മേഖലകളിൽ കശ്മീർ, ജമ്മു, പഞ്ചാബ് അടക്കമുള്ള അതിർത്തി മേഖലകളിൽ ഇന്ത്യ നടത്തുന്ന സൈനിക നീക്കം അല്ലെങ്കിൽ പാകിസ്ഥാന്റെ നീക്കത്തിന് പ്രതിരോധമുയർത്തുന്ന ഇന്ത്യയുടെ യുദ്ധതന്ത്രങ്ങൾ, ഇതിനുമപ്പുറം നാവികസേനയുടെ കുന്തമുനയായ INS വിക്രാന്തിനെ നേരത്തെ തന്നെ നമ്മൾ അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. പെഹൽഗാം ആക്രമണത്തിന് തൊട്ടു പിന്നാലെ തന്നെ നമ്മുടെ സേനാ വിഭാഗങ്ങൾ യുദ്ധസന്നദ്ധരാണ് എന്നറിയിക്കുന്ന പോസ്റ്റുകൾ അവർ പലവട്ടം പങ്കുവച്ചതാണ്. അപ്പോൾ തന്നെ അവർ വ്യക്തമാക്കിയിരുന്നു അറബിക്കടലിൽ സജ്ജമായി നിൽക്കുന്ന INS വിക്രാന്തും നമ്മുടെ പോർ വിമാനങ്ങളും യുദ്ധവിമാനങ്ങളും സജ്ജമായി നിൽക്കുന്ന വിമാനങ്ങളും അടക്കം വ്യക്തമാക്കിയിരുന്നു. അത്തരമൊരു നീക്കം തന്നെയാണ്, ഒരു മിസൈൽ നീക്കം ഒരുപക്ഷെ അവിടെ നിന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെ ഇന്ന് ഔദ്യോഗികമായി ഇന്ത്യ വൈകിട്ട് നടത്താൻ പോകുന്ന വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് നമുക്ക് കരുതാം. കറാച്ചി തുറമുഖം ആക്രമിക്കപ്പെട്ടു എന്ന് ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ പാകിസ്ഥാൻ കറാച്ചി പോർട്ട് ട്രസ്റ്റ് അധികൃതർ വ്യക്തമാക്കുന്നു എന്നതാണ് നിലവിൽ ഈ മിനിറ്റുകളിൽ നമുക്ക് മുന്നിലുള്ള വാർത്ത. എന്തായാലും ഇതിൽ മറ്റെന്തെങ്കിലും സ്ഥിരീകരണമുണ്ടെങ്കിൽ പാകിസ്ഥാൻ തന്നെ വ്യക്തമാക്കേണ്ടതാണ്. എന്തായാലും അവരുടെ ഔദ്യോഗിക അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതാണോ അല്ലയോ എന്നതിലും അവർ തന്നെ വ്യക്തമാക്കട്ടെ. നിലവിലെ സാഹചര്യം ഇങ്ങനെയാണ്. കറാച്ചി പോർട്ട് ട്രസ്റ്റ് ആക്രമിക്കപ്പെട്ടു. ഇന്ത്യയുടെ വ്യോമാക്രമണത്തിൽ വലിയ നാശനഷ്ടമുണ്ടായി എന്നത് അവർ തന്നെ സ്ഥിരീകരിക്കും. തീർച്ചയായും ഇത് പാകിസ്ഥാൻ ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു പോസ്റ്റാണോ എന്നതിൽ ഇപ്പോഴും നമുക്ക് സാങ്കേതികമായി ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. കാരണം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളടക്കം ഹാക്ക് ചെയ്യപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. അതല്ല എങ്കിൽ ഇത് പാകിസ്ഥാന്റെ തുറന്ന് സമ്മതമാണ്. പാകിസ്ഥാന്റെ പോർട്ട് ട്രസ്റ്റ് തന്നെ ഒഫീഷ്യൽ പോർട്ട് ട്രസ്റ്റ് അക്കൗണ്ടിലൂടെ ആണ് ഇത്തരത്തിലൊരു പ്രതികരണം പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ 3 മണിക്കൂറുകൾക്ക് മുമ്പ് മറ്റൊരു പോസ്റ്റ് ഇവിടെ തന്നെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതിൽ ഈ ഇന്ത്യൻ മീഡിയകൾ തെറ്റായി ചിത്രീകരിക്കുന്നു, ഇങ്ങനെ ആക്രമണം നടത്തിയതായുള്ള മീഡിയ റിപ്പോർട്ടുകളെല്ലാം തള്ളിക്കളഞ്ഞിരുന്നു ഈ പാകിസ്ഥാനിലെ കറാച്ചി പോർട്ട് ട്രസ്റ്റ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അവിടുത്തെ ആക്ടിവിറ്റികൾ എല്ലാം ഇതിനു മുമ്പ് എങ്ങനെയാണോ നടന്നിരുന്നത് അതുപോലെ തന്നെ നടക്കുന്നു. ഏറെ സുരക്ഷിതമായ മേഖലയാണ് എന്നത് നമുക്കറിയാവുന്നതാണ്. ഈ പോർട്ട് ഏരിയകൾ അങ്ങനെ സുരക്ഷിതമായി തന്നെയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം നമുക്ക് ചേർത്ത് വെക്കേണ്ടത് ഇന്ന് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വിദേശ വായ്പകൾ ഉൾപ്പെടെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രാജ്യമാണ്. അതിൻ്റെ അടുത്ത ഗഡു അനുവദിക്കണം എന്നുള്ളത് ഇന്നത്തെ ദിവസത്തിൽ ആണ് IMF തീരുമാനം എടുക്കുന്നത്. അതിനെ ഇന്ത്യ തടയിടും എന്ന റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ യുദ്ധത്തിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൂടി പരിഹരിക്കുന്നതിന് വേണ്ടി ഈ തുക അനുവദിക്കണം എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ആണ് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു നീക്കമാണോ പാകിസ്ഥാനും നടത്തുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. നേരത്തെ നമ്മൾ വാർത്തകളിൽ റിപ്പോർട്ട് ചെയ്തതാണ്, പാകിസ്ഥാൻ ഇന്ത്യയുടെ ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് സഹായിക്കണം എന്ന മട്ടിൽ അഭ്യർത്ഥന നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യ IMF-ൽ പാകിസ്ഥാന് വേണ്ടിയുള്ള ഫണ്ടിങ് അവസാനിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇന്ന് നടക്കാൻ പോകുന്ന യോഗത്തിലടക്കം ഇന്ത്യ ഇക്കാര്യം ഉന്നയിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനു മുമ്പ് തന്നെ പാകിസ്ഥാനെ ഗ്രേ പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്ന് ഫിനാൻഷ്യൽ ആക്ഷൻ
ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഇന്ത്യ മുന്നോട്ട് വയ്ക്കും എന്നുള്ളതാണ്. ആഗോളതലത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദത്തിനുള്ള ധനസഹായം എന്നിങ്ങനെയൊക്കെ ചെയ്യുന്ന രാജ്യങ്ങളെ തടയണം, അതുകൊണ്ട് ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. അതുകൊണ്ട് അതിനൊക്കെയുള്ള ഒരു മറയാണോ ഇത് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. നേരത്തെ സൂചിപ്പിച്ച വാർത്തയിലേക്ക് തിരികെ പോകുമ്പോൾ IPL